നല്ല പൊരിവെയിലത്ത് കറങ്ങി തിരിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് വന്നിരിക്കുന്ന കോലമാണിത്. എന്റെ കൂടെ ഇരിക്കുന്ന ഈ ബാണ്ടക്കെട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ഉള്ള ഓണക്കോടി എടുത്തിട്ട് വിശന്ന് വലഞ്ഞിരിക്കുന്ന ഇരിപ്പാണ്. ഇത് കണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട, എപ്പോഴത്തെയും പോലെ തന്നെ എന്റെ തലയും വാലും എന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഒരു ഉറക്കച്ചടവോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ആദപ്പന്റെ ചിരിക്ക് ഒരു വോൾട്ടേജ് കുറവ്. ഇനി നമ്മൾ വന്ന് ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിന് തൊട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ടീ ആൻഡ് കോയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇവിടെ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ കാഴ്ച കണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓർഡർ ചെയ്ത ബിരിയാണി എത്തി. ഞാനൊരു മലബാർ ബിരിയാണിയും ചേട്ടൻ ഒരു മദ്രാസ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെച്ചൊരുക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബിരിയാണി എത്തി. രണ്ടും കൂടെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ളത് മദ്രാസ് ബിരിയാണിയാണെന്ന് തോന്നിയെങ്കിലും കഴിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് മലബാർ തന്നെ. ആദ്യം തന്നെ ചേട്ടനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് അഭിനയിപ്പിച്ചിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ എന്റെ ഊഴം വന്നെത്തി. മുൻപ് ഞാനും അമ്മയും കൂടെ കഴിക്കാൻ പോയപ്പോൾ എനിക്ക് ലെഗ് പീസ് കിട്ടാതെ ബിരിയാണി ദുഃഖിച്ച് കഴിച്ച ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും ആദ്യത്തെ പീസ് എടുത്തപ്പോൾ ഒരു ഡൗട്ട് തോന്നിയെങ്കിലും രണ്ടാമത്തേത് ലെഗ് പീസ് ആയിരുന്നു. അങ്ങനെ ലെഗ് പീസ് കിട്ടിയ സന്തോഷത്തിലും വിശന്ന് വലഞ്ഞിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ ഞാൻ ആ ബിരിയാണി മൊത്തം കാലിയാക്കി. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലൈമും കൂടെ കുടിച്ചാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ സ്റ്റേഡിയവും നമ്മുടെ ഇലയും കാണാൻ ഒരുപോലെ ആയിരുന്നു, പച്ചപ്പ് മാത്രം.